നന്നായിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മള് CID മൂവീസ് ഒക്കെ കണ്ട പോലത്തെ ഒരു ടൈപ്പ് ഒരു ഫൺ റൈഡ് അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ബാക്കിലൊരു ഡിറ്റക്റ്റീവ് ടൈപ്പ് സാധനം പോകുന്നുണ്ട്. അപ്പൊ അത് മൊത്തത്തിൽ നമുക്ക് നല്ലോണം ത്രൂ ഔട്ട് നമ്മൾ എൻജോയ് ചെയ്തിരുന്നത് തന്നെയാണത്. പിള്ളേർക്ക് കാണിപ്പിക്കാം അങ്ങനെയൊന്നുമില്ല. നമുക്ക് പിള്ളേരെ കൊണ്ട് ധൈര്യമായി ഫാമിലിക്ക് പോകാവുന്ന ഒരു സിനിമയായിട്ട് തന്നെ തോന്നി. ശരത്ത് ഭയങ്കര രസമായിട്ട് വെച്ചാൽ പുള്ളിയുടെ ഒരു ഈസിനെസ് ഉണ്ടല്ലോ അഭിനയിക്കുന്ന സമയത്ത്, അത് അനുപമ ഓൾസോ സോ ഗുഡ്. എനിക്കൊന്ന് ഇങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. എല്ലാവരും ഭയങ്കര രസമായിട്ട് തന്നെ അവരവരുടെ ഭാഗത്ത് നന്നായി ചെയ്തു. നല്ലൊരു ത്രില്ലിംഗ് സിനിമ, ഫാമിലി ആയിട്ടൊക്കെ വന്നിരുന്ന് കാണാൻ നല്ല ത്രില്ലിംഗ് പടം. അപ്പൊ തല്ലിമാലയൊക്കെ കണ്ട ഒരു സ്റ്റൈലൊരു വെറൈറ്റി പടം. ഷറഫുദ്ദീൻ അടിപൊളിയായിട്ടുണ്ട്. കോമഡിയും ഒരു എൻജോയ്മെന്റ്, ഒരു അധോലോക സംഘം, ഒരു കോമഡി അടിപൊളി. അടിപൊളിയായിരുന്നു. എന്തായാലും തിയേറ്ററിൽ തന്നെ വന്ന് കാണണം. കോമഡി അഡ്വഞ്ചറസ് ഒരു പിന്നെ ലൈൻ ഓഫ് ആർട്ടിസ്റ്റിന്റെ കോമ്പിനേഷൻസ് എല്ലാം. പിന്നെ ഗിരിരാജൻ കോഴിയൻ ബേബിയുടെ കോമ്പിനേഷൻ കെമിസ്ട്രി സൂപ്പറാണ്. അടിപൊളി പടമാണ്. ഫാമിലിയൊക്കെ ആയിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കൊണ്ടിരിക്കാൻ പറ്റിയ നല്ല പടമാണ്. ഷറഫുദ്ദീനൊക്കെ അടിപൊളിയാണ്. കോമഡിയൊക്കെ നല്ലൊരു കോമഡിയാണ്. ചിരിക്കാനൊക്കെ ഉണ്ട്. എന്താ ലാഗൊന്നുമില്ല, ഫണ്ണാണ്, ഫുള്ളായിട്ട് വന്നത്. നമുക്കറിയാം പ്രേമം കണ്ടിട്ട് ഇത് കാണുമ്പോൾ വേറൊരു പ്രത്യേക ക്യാരക്ടർ എന്താ പറയാ. ഞാൻ നേരത്തെ കുറെ ഇന്റർവ്യൂസിൽ പറഞ്ഞ പോലെ ഇതൊരു ഫൺഫീൽഡ് മൂവിയായിരുന്നു. അവിടെ സെറ്റും എല്ലാവരും ഭയങ്കര എന്താ പറയാ ഭയങ്കര എനർജറ്റിക് ടീമായിരുന്നു. വി വർക്ക്ഡ് ഓൺ ഇംപ്രവൈസേഷൻസ് ആൻഡ് എവരിതിങ്. സോ അദ്ദേഹം പറഞ്ഞു നമ്മൾ എന്ത് എഫേർട്ട് ഇടുന്നു അത് അവിടെ കാണിക്കല്ലോ. ബാക്കിയൊക്കെ നിങ്ങളെല്ലാവരും അല്ലേ പറയേണ്ടത്. പ്രേക്ഷകർ കണ്ടിട്ട് അവരും ഇഷ്ടപ്പെട്ടു ഗംഭീരായി എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു സന്തോഷം. ഇറ്റ്സ് എ ടീം എഫേർട്ട് അല്ലേ. നിങ്ങളും റിവ്യൂ ഇതൊക്കെ പറയുമ്പോ തീർച്ചയായിട്ടും ഇത് കണ്ടിട്ട് തോന്നിയല്ലേ. അതാണ് ഡെഫിനറ്റ്ലി ആയിപ്പോ എല്ലാരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഫാമിലി എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ്. നല്ല രസമുണ്ടായിരുന്നു. അതെ, ഇത് നമ്മൾ വേറെ വീട്ടിലൊക്കെ പോയി കണ്ടാൽ ഇപ്പോൾ കൂടുതൽ നമ്മുടെ ആൾക്കാരൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എന്തായാലും പോസിറ്റീവ് തന്നെ പറയുന്നു. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ ഫിലിം കാണുന്നത്. ഡബിങ്ങില് കുറച്ച് സീനും ഷൂട്ട് ചെയ്തത് മാത്രമേ അറിയാറുള്ളൂ. സ്ക്രിപ്റ്റ് വായിച്ചതുള്ളൂ. ഫുൾ സിനിമയായിട്ട് ഇപ്പോഴാണ് കാണുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അതെ ഫണ്ണാണ്. ഫാമിലിയായിട്ടൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു രസമുള്ള ഒരു ട്രിപ്പ് പോയതുപോലെ ഒരു വീഗാലാൻഡിലൊക്കെ പോയിട്ട് വന്നൊരു ഫീൽ ഉണ്ട്. അതെ ഓക്കെ. നല്ല സിനിമയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഫാമിലി ആയിട്ട് കുട്ടികൾക്കൊക്കെ വന്നിരുന്ന് കാണാൻ പറ്റിയ പടം. അതായത് പ്രത്യേകിച്ച് എന്താ പറയണ്ടേ, ലാഗ് എന്ന് പറയുന്ന സംഭവമേ ഇല്ല പടത്തിന്. ഭയങ്കര എൻഗേജ് ചെയ്ത് കാണാൻ നമുക്ക്. ഫസ്റ്റ് ഹാഫൊക്കെ പോയത് നമ്മൾ അറിഞ്ഞതേ ഇല്ല. ഇന്നത്തെ ഈ ഒരു പ്രേക്ഷകരുടെ ഒരു തിയേറ്ററിലൊക്കെ നല്ല ചിരിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പക്ഷേ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് നമ്മുടെ പ്രതീക്ഷ. ഇനി അറിയത്തില്ല, ഇനി വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്ക് അറിയാം ബാക്കി കാര്യങ്ങൾ.